നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 3 മേഖലകളിൽ, തെക്കൻ മേഖലയിൽ തിരുവനന്തപുരത്ത്, അതുപോലെ എറണാകുളത്ത്, കോഴിക്കോട് 3 മൈക്രോബയോളജി ലാബുകൾ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ FSSAI ഈ ലാബുകൾ സാധ്യമാക്കുന്നതിന് വേണ്ടി 4.5 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിക്കുകയുണ്ടായി. സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള വിഹിതം, പദ്ധതി വിഹിതം കൂടി ചേർത്തുകൊണ്ട് ഇതിനനുബന്ധമായ 250 kVA ഹൈ ടെൻഷൻ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അങ്ങനെ നമ്മുടെ മൈക്രോബയോളജി ലാബുകൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ മൈക്രോബയോളജി ലാബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു. ഈ അവസരത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം നമ്മുടെ പരിശോധനകളുടെ വിവിധ ഘടകങ്ങൾ ഇതിലുണ്ട്, വിവിധ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ എളുപ്പം പറയാവുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ അതിലൊന്ന് ഭക്ഷ്യസുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷാ പരിശോധന ഏതാണ്ട് 3-4 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് ഈ 3 വർഷ കാലയളവ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാഴ്സൽ, നമ്മളൊരു കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കും. നമ്മുടെ ജോലി തിരക്കിൽപ്പെട്ട് പാഴ്സൽ നമ്മുടെ വാഹനത്തിൽ കാണും, നമ്മൾ കഴിക്കാൻ മറന്നുപോകും. ഒരു പക്ഷേ അതിനിടയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരും, വീട്ടിൽ ചെല്ലുമ്പോൾ താമസിക്കും, അല്ലെ നമ്മൾ താമസിക്കുന്ന ഇടത്ത് ചെല്ലുമ്പോൾ താമസിക്കും. ഈ ആഹാരം ഇത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കടയിൽ നിന്ന് കൊടുക്കുന്ന ആഹാരം ഏത് സമയത്തിനുള്ളിൽ കൊടുക്കുന്നു, എപ്പോൾ കൊടുക്കുന്നു? ഇപ്പോൾ 12 മണിക്ക് കൊടുക്കുന്നു. എത്ര മണിക്കുള്ളിൽ ഉപയോഗിക്കണം? 4 മണിക്കുള്ളിൽ ഉപയോഗിക്കണോ? എഴുതണം. 4 മണിക്കൂറിനുള്ളിൽ, 2 മണിക്കൂറിനുള്ളിൽ എഴുതണം. പാഴ്സലിന് മുകളിൽ ഉണ്ടായിരിക്കണം. കൊടുക്കാത്ത സ്ഥാപനങ്ങളുണ്ടോ? നടപടിയെടുക്കണം.